ഈ വാർത്ത സത്യമാണെങ്കിൽ മമ്മൂട്ടി ആരാധകർ ശരിക്കും നിരാശയിലാകും. മറ്റൊന്ന്, അടുത്ത വർഷം മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയുമുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പാട്രിയോട്ട് എന്ന ചിത്രം. ഷൂട്ടിംഗ് തുടങ്ങി ഒരുപാട് മാസങ്ങളായിട്ടും മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ ഇപ്പോഴും ചിത്രീകരിക്കാൻ ബാക്കിയാണ്. മമ്മൂട്ടി 3 മാസത്തിലേറെയായി വിശ്രമ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ പല ഭാഗങ്ങളും പെൻഡിങ്ങിലാണുള്ളത്. മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയവരുടെ ഒക്കെ പല പോർഷനുകളും ഷൂട്ടിംഗ് കഴിഞ്ഞു. മോഹൻലാലിന്റെ ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചിത്രീകരിച്ചു കഴിഞ്ഞത്. ഇനിയുള്ളത് മമ്മൂട്ടിയുടെ ഷെഡ്യൂളുകളാണ്. ഏകദേശം 1 മാസത്തോളം മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വൈകുന്നതിനാൽ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും വൈകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിച്ചത്. പാട്രിയോട്ടിൽ നിന്നും മമ്മൂട്ടി പിൻവാങ്ങി മമ്മൂട്ടിക്ക് പകരം സുരേഷ് ഗോപി ആ സ്ഥാനത്ത് വരുന്നു എന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി ആരാധകർക്ക് കടുത്ത നിരാശ തന്നെയായിരിക്കും. മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കൂടിയാണ് പാട്രിയോട്ട്. ഏറെ വർഷങ്ങൾക്കു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്നു എന്ന വാർത്ത പ്രചരിച്ചത് മുതൽ മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ആവേശത്തിലായിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു വാർത്ത സംഭവിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് വൻ നഷ്ടം തന്നെയായിരിക്കും. മമ്മൂട്ടിയുടെ സ്ഥാനത്ത് സുരേഷ് ഗോപിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പിന്നെ മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് 2026 മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും ഒരുമിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഒരു കുടുംബ ചിത്രത്തിൽ ഒന്നിക്കുന്നു എന്ന വാർത്തയാണ്. ഇത് സംഭവിക്കുകയാണെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആവേശം ഒരുക്കുന്ന വാർത്ത തന്നെയാണ്. എന്നാൽ 2026 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്നും ഇതൊരു പക്ക ഫാമിലി എന്റർടൈനർ ആയിരിക്കുമെന്നുമാണ് പലവിധ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് ഈ ഒരു വാർത്ത കണ്ടത്. എന്നാൽ ഇതൊരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്തതാണ്. കാരണം മമ്മൂട്ടിയുടെ ഷെഡ്യൂളുകളൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ ഒരു അപ്ഡേറ്റുകളും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, മമ്മൂട്ടിക്ക് പകരം സുരേഷ് ഗോപി പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നു എന്ന വാർത്തയാണ്. ഈ 2 വാർത്തകൾ നമ്മൾ തള്ളാതെ ഒരു പകയുമില്ല. ഈ 2 വാർത്തയും ആരോ പടച്ചുവിട്ട ഒരു വ്യാജ വാർത്ത തന്നെയാണ്. ഒഫീഷ്യലായി ഒരു സ്ഥിരീകരണവുമില്ലാത്ത വാർത്ത. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും മലയാള സിനിമയിലേക്ക് മലയാളത്തിന്റെ മഹാനടന്റെ തിരിച്ചുവരവ് ഉടനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് പാട്രിയോട്ട് എന്ന ചിത്രത്തിലൂടെയാകും. മികച്ച ഒരുപാട് ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് ആണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് വൈകുന്നതിനാൽ മുടങ്ങിക്കിടക്കുന്നത്. മമ്മൂട്ടി തിരിച്ചു വന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഇനിയുള്ള ലൈനപ്പുകൾ ഏതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ മമ്മൂട്ടി ശ്രീലങ്കയിൽ എത്തിയെന്നും മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഒഫീഷ്യലായുള്ള ഒരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല നമുക്ക് ഇതുവരെ. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടി കൊച്ചിയിലെത്തുമെന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. എന്നാൽ അതൊന്നും ഒഫീഷ്യലായി സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. ഉടനെ തന്നെ മമ്മൂട്ടി മഹേഷ് നാരായണത്തെ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടിക്ക് 1 മാസത്തോളം ചിത്രത്തിൽ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു അപ്ഡേഷനും ഇല്ലാതെയായിട്ട് 4 മാസത്തോളമായി. ഏതാനും ദിവസങ്ങൾക്കകം മമ്മൂട്ടിയുടെ പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.